വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവവചനത്തിൻ്റെ ശക്തിയെ വ്യക്തമാക്കുന്നതോടൊപ്പം നാം നമ്മുടെ പ്രവർത്തികളെ ദൈവ തിരുസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗമാണ് വിശുദ്ധ പൗലോസ് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. നമ്മുടെ പാപാവസ്ഥകളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവകോപം ശമിപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവിൻ്റെ പാടുപീടുകളെ ഓർത്ത് ധ്യാനിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ മരിച്ചതിന് ശേഷം തൻ്റെ തിരുഹൃദയത്തിൽ ശേഷിച്ചിരുന്ന രക്തത്തുള്ളികളും ഞങ്ങളെ പ്രതി ചിന്തി തൻ്റെ അളവില്ലാത്ത സ്നേഹത്തെ കാണിപ്പാൻ ഒരു കുന്തത്താൽ തൻ്റെ ഹൃദയം കുത്തപ്പെടുവാൻ തിരുമനസ്സായല്ലോ. താൻ അനുഭവിച്ച ആ കഠോര മുറിവിനെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ദുഷ്ടാഗ്രഹങ്ങളെ നീക്കി പുണ്യാഗ്രഹങ്ങളെ ഉളവാക്കി ഇതുവരെയും ചെയ്ത സകല പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്ന് അങ്ങേ കോപത്തെ നീക്കി അരുളേണമേ. ആമീൻ.